രാവിലെ ചേട്ടായി പോകാൻ ഇറങ്ങിയപ്പോഴത്തേനും നല്ല മഴയായിരുന്നേ. അങ്ങനെ ചേട്ടായി പോയി അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് കയറി കേട്ടോ. അപ്പോഴത്തേനും കഞ്ഞി തിളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് റൈസ് കുക്കറിനകത്ത് ഇറക്കി വെച്ചിട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടെ കുടിക്കാൻ അതിലേക്ക് വെച്ചു. പിന്നെ ഞാൻ രാവിലെ നീർദോശ ആക്കാമെന്ന് ഓർത്ത് അതിലേക്ക് ഞാൻ തേങ്ങ ചേർക്കാറില്ല, ചെറിയ ഉള്ളിയും ചെറിയ ജീരകം ചേർത്തിട്ട് അരച്ചെടുക്കും കേട്ടോ. ഈ കല്ലയിൽ നീർദോശയൊക്കെ ഇച്ചിരി പാടാട്ടോ, താഴെ എല്ലാം വീഴുവേ. മറ്റേ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ സൈഡ് പൊങ്ങിയതായത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. പിന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു, ചമ്മന്തി ബാക്കി. പിന്നെ അടുത്ത നല്ല മഴയ്ക്ക് കോളുണ്ട് കേട്ടോ. അപ്പോഴത്തേന് ഞങ്ങൾ കഴിച്ചു. പിന്നെ ഇന്ന് കഞ്ഞിയാക്കാൻ ഓർത്തിരിക്കുന്നത്. അപ്പോൾ ചെറുപയറുണ്ടായിരുന്നു, അത് കുക്കറിനകത്ത് വെച്ചിട്ടോ. അതിലേക്ക് തേങ്ങയും പച്ചമുളകും ജീരകവും ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി അതൊക്കെ ചേർത്തിട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ട് വെളുത്തുള്ളി ഞാൻ കടുക് പൊട്ടിക്കാൻ നേരത്ത് ചതച്ചിടുന്നു. അതിനകത്ത് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പിന്നെ ഒതുക്കിയ തേങ്ങ അതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് ഉപ്പ് വേണമെങ്കിൽ ചെറുപയറിന് ഉപ്പ് കുറവാണെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഞാൻ 4 വിസിലടിച്ചപ്പോഴത്തേനും കുറച്ച് വെന്ത് പോയി കേട്ടോ. പിന്നെ അത് സെറ്റായി. അത് കഴിഞ്ഞ് ഞാൻ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ആക്കാൻ ഓർത്തു. കുറച്ച് വെള്ളം ഞാനിട്ട് കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കാൻ ഓർത്തിരിക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് ഉപ്പ് ഇട്ടിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ടോ. ഇല്ലെങ്കിൽ സാധാരണ തേങ്ങയൊക്കെ ഇടുന്നതാണ്. കുറച്ച് ഡ്രൈ പോലെ ആക്കി എടുക്കാമെന്ന് ഓർത്തുകൊണ്ട് തേങ്ങയല്ല, തേങ്ങ കൊത്താണ്, സോറി. അതിന് ചമ്മന്തി ആക്കാമെന്ന് ഓർത്ത് ഇഞ്ചിയും പുളിയും വെച്ചിട്ട് അങ്ങനെ ചമ്മന്തി ആക്കാൻ വേണ്ടിയിട്ട് അരച്ചിട്ടോ. അത് കഴിഞ്ഞ് അതും സെറ്റായി. അത് കഴിഞ്ഞ് പിന്നെ അച്ചാറുണ്ട്. പിന്നെ കുറച്ച് ഇച്ചിരി മീൻ മറക്കണം. ഇന്നലത്തെ മീൻ മേടിച്ചത് ഫ്രിഡ്ജിനകത്തുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം പാത്രം വെച്ചിട്ട് അവിടെ കുറച്ച് വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇത് പേപ്പർ വെക്കുന്നതല്ലേ, അതുകൊണ്ട് അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് അവിടെ എല്ലാം നല്ലോണം തുടച്ച് മുകളിലെല്ലാം കുറച്ച് വലയുണ്ടായിരുന്നു, അതെല്ലാം എടുത്തിട്ട് പിന്നെ സൈഡിൽ ഇടയ്ക്കൊക്കെ കത്തിക്കാറുണ്ട് അടുപ്പ്. അപ്പം സൈഡിലൊക്കെ കുറേ കറ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കത്തിക്കാത്ത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻറ്റ് നല്ലോണം കളർ മങ്ങുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് പിന്നെ അടുപ്പിൽ തീ കത്തിക്കാത്തത്. അങ്ങനെ അതെല്ലാം വൃത്തിയാക്കി തുടച്ച് സോപ്പിട്ട് നല്ലോണം ഞാൻ ബ്രഷൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇതാ ക്ലീൻ ആക്കി കേട്ടോ. പിന്നെ മീൻ വറുക്കാറുണ്ടായിരുന്നു, മീനും വറുത്തിട്ട് പിന്നെ നിലത്തെല്ലാം പൊടി ഉണ്ടായിരുന്നു, അതെല്ലാം അടിക്കുക. കുഞ്ഞിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അടിച്ചു വാരി എടുത്തുകൊണ്ട് വന്നിരിക്കുക. ഇന്ന് ഉറങ്ങാണ്ട് എൻ്റെ പുറകെ തന്നെ വാലവാലയായിട്ട് നടക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുഞ്ഞിന് ഫുഡ് കൊടുത്ത് പുറത്ത് കൊണ്ടുപോയിട്ട് ഇപ്പോൾ കാക്കേനെ ഒരു പ്രാവശ്യം കാണിച്ചതുകൊണ്ട് ഇപ്പോൾ കാക്കേനെ കണ്ടിട്ട് ഫുഡ് കൊടുത്താൽ മതി എന്ന് പറയും. അങ്ങനെ പുറത്ത് പോയിട്ട് ഫുഡ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബായ്.